നമസ്കാരം. അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ ശബരി മെഡിക്കൽസിന് അടുത്ത ഭാഗത്തായിട്ടാണ് ഇപ്രാവശ്യത്തെ ഗണേശോത്സവ മണ്ഡപം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ഗണേശോത്സവം ആഗസ്റ്റ് മാസം 24-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ആചരണം. ഇന്ന് 4-ാമത്തെ ദിവസമാണ്. ഇത് ഗണേശോത്സവം തുടങ്ങിയിട്ട് 25-ാമത്തെ വാർഷികോത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ വർഷം ഇന്ന് വിനായക ചതുർത്ഥി, ഭഗവാന്റെ പിറന്നാൾ ദിവസമാണ്. നമ്മളിവിടെ രാവിലെ 3 മണി കഴിയെ തന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ഇന്നത്തെ പൂജ തുടങ്ങുകയും ശേഷം 6 മണിക്ക് ഉദയാസ്തമന പൂജയോടുകൂടി ആരംഭിച്ച് അപ്പം നിവേദ്യമാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ണിയപ്പം ഭഗവാന് വേണ്ടി നിവേദിക്കുകയും വൈകിട്ട് 7 മണിയോടുകൂടി ദീപാരാധനയ്ക്ക് ശേഷം അത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിട്ടാണ് ചടങ്ങ്. ഇന്ന് വൈകിട്ടത്തെ ദീപാരാധന വിശേഷാലാണ്. ഭഗവാന്റെ പിറന്നാൾ ദിവസം എല്ലാ നഗരങ്ങളിലും വലിയ ആഘോഷമായിട്ടാണ് ആചരിക്കുന്നത്. നാളെയാണ് സമാപന ദിവസം. നാളെ ഉച്ച തിരിഞ്ഞ് 4 മണിയോടുകൂടിയാണ് നിമഞ്ജന ഘോഷയാത്ര. ഈ വർഷത്തെ ഘോഷയാത്ര കുളത്തൂപ്പുഴ ആറാട്ടുകടവിലേക്കാണ്. അവിടെയാണ് നിമഞ്ജനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് നിമഞ്ജന ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഈ വർഷം ഇന്ന് 4 ദിവസത്തിനകം തന്നെ നല്ല രീതിയിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്കും രാവിലത്തെ ഗണപതി ഹോമം, മറ്റ് വിശേഷ പൂജകൾ, ഭാഗവത പാരായണവും ഏറ്റവും നല്ല രീതിയിലാണ്. ഇന്ന് നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലാണ് നമുക്കിവിടെ ചെറുതായിട്ട് മഴ പെയ്തത്. ആ ഭാഗം വായിച്ചത് സമയത്താണ് ഇവിടെ അമൃതവർഷം പോലെയുള്ള രീതിയിൽ അത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ള സൂചനയാണ് നമ്മൾ നിമിത്തപ്രകാരം നോക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഇന്ന് വൈകുന്നേരം ദീപാരാധനയും അതിവിശേഷാല ഉള്ളതാണ്. ഭഗവാൻ ഏറ്റവും സന്തോഷാവസ്ഥയിൽ നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരം എല്ലാ ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വിഘ്നമുണ്ടാകാതിരിക്കാൻ തുടക്കം മുതൽ ആദ്യമേ നമ്മൾ കാണിക്ക വെക്കുന്നതും പൂജ നടത്തുന്നതും ഗണപതി ഭഗവാന് വേണ്ടിയാണ്. നമ്മൾ വിനായക ചതുർത്ഥി ഗണേശോത്സവമായിട്ട് ആചരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും നേരിട്ട് ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും നേരിട്ട് പ്രാർത്ഥനകൾ കൊടുക്കാനായിട്ടുള്ളൊരവസരമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും നേരിട്ട് വന്ന് ഇവിടെ എല്ലാ വഴിപാടുകളും സൗജന്യമാണ്. രാവിലത്തെ ഗണപതി ഹോമവും വൈകിട്ടത്തെ ഭഗവതി സേവ, ഇടയ്ക്കുള്ള അർച്ചനകൾ, മറ്റ് പൂജാ വഴിപാടുകളൊക്കെ സൗജന്യമായിട്ടാണ് നടത്തുന്നത്. ആരുടെ കയ്യിൽ നിന്നും നമ്മൾ രസീത് പ്രകാരമുള്ള സംഭാവനകളൊന്നും സ്വീകരിക്കുന്നില്ല. അതേപോലെ തന്നെ പ്രസാദ വിതരണവും സൗജന്യമാണ്. ഇപ്പം ഉദയാസ്തമന പൂജയിൽ ഏകദേശം 60 കിലോയ്ക്ക് മേൽ അരിയുടെ ഉണ്ണിയപ്പമാണ് നമ്മൾ രാവിലെ 6 മണി മുതൽ നിർത്താതെ നമ്മൾ ഇവിടെ നിവേദിക്കുന്നത്. ഇതെല്ലാം സൗജന്യമായിട്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യപ്രകാരം ഇഷ്ടപ്രകാരം കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഭഗവാനെ നിവേദിച്ചതിന് ശേഷം അത് കഴിക്കുന്നത് ഏറ്റവും വലിയ ഔഷധ ഗുണമുള്ളതാണ്. കാരണം ഇതിൽ അഷ്ടദ്രവ്യം, എല്ലാ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളും ചേർന്നിട്ടുള്ള ഒരുപാട് അങ്ങാടി മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം സാധാരണ നമ്മൾ കടകളിൽ കിട്ടുന്ന പോലുള്ളതല്ല. അപ്പോൾ അത് എല്ലാവരും ഇന്ന് വൈകിട്ട് 7 മണിക്ക് തന്നെ വന്ന് സ്വീകരിക്കണമെന്നുള്ള അറിയിപ്പും കൂടി ഇതിനോടൊപ്പം നമ്മൾ നൽകുകയാണ്. നാളെ ഈ വർഷത്തെ ആഘോഷം സമാപിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് നിമഞ്ജന ഘോഷയാത്ര ഇവിടെ നിന്നും കുളത്തൂപ്പുഴ ആറാട്ടുകടവിലേക്ക് പോവുകയാണ്. നമസ്കാരം.